ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനി എത്തുന്നതും മഹാലക്ഷ്മിക്കോ അനന്തുവിനോ ലേഖയ്ക്കും പലഹാരം കഴിച്ചിട്ട് ഒരു കുഴപ്പവും എന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശിയും പ്രതാപനും മോഹിനി തന്നെയായിരിക്കും എല്ലാം മനസ്സിലാക്കി പലഹാരം മാറ്റി വെച്ചിട്ടുണ്ടാവുക എന്നും ഒരവസരം വരുമ്പോൾ മോഹിനിയോട് പ്രതികാരം ചെയ്യാനും അവർ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ മഹിയെയും കൂട്ടി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. ഹെയർ സ്റ്റൈലിലും ലുക്കിലും ഒക്കെ മാറ്റം വരുത്തി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ആർക്കും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നീട് സാഗറിനെ കാണുന്ന മേഘനാണെങ്കിൽ, എൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ കണ്ണനെയും മഹാലക്ഷ്മിയും വേർപിരിക്കാനാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നത്, എന്നിട്ട് നീ തന്നെ മഞ്ജുവിനെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോമസ് സാറ് വന്ന് മേഘന് നല്ലത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് എന്നെയും മഞ്ജുവിനെയും വേർപിരിക്കാൻ നിനക്കെന്നല്ല ആരെക്കൊണ്ടും സാധിക്കില്ലെന്നില്ല എന്ന് സാഗര പറയുമ്പോൾ, മഹാലക്ഷ്മിയെയും കണ്ണനെയും കുറിച്ച് നിങ്ങളൊക്കെ ഇത് തന്നെയല്ലേ പറഞ്ഞിരുന്നത്, അവർ തമ്മിൽ വേർപിരിഞ്ഞെങ്കിൽ മഞ്ജുവിനെയും നിന്നെയും മഞ്ജു നിന്നെ ആട്ടിയിറക്കി വിടും ഒരു ദിവസം എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ സാഗറിനോട്. പിന്നീട് സാഗറിനോട് മേഘൻ ചെയ്തതിന് ചോദിക്കാനായിട്ട് മഞ്ജു വരുന്നുണ്ട്. തുടർന്ന് നിന്റെ എല്ലിൻ്റെ എണ്ണം അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മാർക്കോ, നിന്റെ അച്ഛനെ പോലെ കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ നിനക്കും ഉണ്ടാകും എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. ശേഷം നിനക്കും ഇവനെ പോലെ പേ പിടിച്ചോ, അതുകൊണ്ടാണോ കണ്ണനെ വഞ്ചിച്ച മഹാലക്ഷ്മിയെ വെച്ച് നീട്ടിയ ജോലി നീ ഉപേക്ഷിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, കണ്ണൻ സാറ് ഏട്ടത്തിയെ വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ മഞ്ജുവിനോട് മഞ്ജു ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഞാനാണത് വേണ്ടതെന്ന് പറഞ്ഞതെന്ന് സാഗർ പറയുമ്പോൾ, നീ അല്ലെങ്കിലും അന്യൻ്റെ എച്ചിൽ നിന്ന് ജീവിക്കാൻ അല്ലേടാ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, നീയും നിൻ്റെ അച്ഛനൊക്കെ പിന്നെ ഇത്രയും കാലം എങ്ങനെയായിരുന്നുടാ ജീവിച്ചത്? കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേടോ നീ ഇപ്പോൾ കണ്ണേട്ടനെ സോപ്പിട്ട കൂടെ കുറിയിരിക്കുന്നത്? ഇനി സാഗരേട്ടൻ്റെ ദേഹത്തെങ്ങാനും നീ കൈവച്ചെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ രണ്ട് കാലിൽ നിവർന്നു നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് നല്ലത് കൊടുത്ത് മഞ്ജു സാഗറിനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണനോടൊപ്പം മുൻസീറ്റിൽ തന്നെയാണ് മഹി ഇരിക്കുന്നത്. ആരെങ്കിലും കാണുമോ കണ്ണേട്ട എന്ന് ഇടയ്ക്കിടെ മഹി ചോദിക്കുന്നുണ്ടെങ്കിലും അതിനല്ലേടോ ഈ കൂളിംഗ് ഗ്ലാസ്, അതുകൊണ്ട് തന്നെ എന്നെ ആര് കണ്ടാലും പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അവരൊരുമിച്ചുള്ള ആ ഒരു നിമിഷങ്ങൾ അങ്ങനെ ആ സമയങ്ങളെല്ലാം സന്തോഷത്തോടെ ചിലവഴിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ തനിക്ക് ഇതുവരെ മഹിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം മഹിക്ക് വേണ്ടി സാധിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ കരുണയെ വിളിച്ചിട്ട്, ഇത്തവണയും അവൾക്ക് ഒന്നും സംഭവിച്ചില്ല മോളെ, നിൻ്റെ അമ്മ എന്ന് പറയുന്നവൾ ആണ് ഇതിന് കാരണമെന്ന് തോന്നുന്നത്. അവൾ ഞങ്ങളറിയാതെ പലഹാരം മാറ്റി വെച്ചിട്ടുണ്ട്, മാത്രമല്ല വിഷം പുരട്ടിയ പലഹാരം ഞാനും അമ്മയാണ് കഴിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ് കരുണ. അച്ഛനെ കൊണ്ടോ മുത്തശ്ശിയെ കൊണ്ടോ ഒരു കാര്യമെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപന് നേരെ കലി തുള്ളുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് കരുണ ദുർഗയോടും സ്വാതിയോടൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, എന്നാലും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ മോളെ, അവളെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് തിരിച്ചടികളൊക്കെ കിട്ടുന്നത് അവളെ ഇല്ലാതാക്കാൻ നോക്കുന്നവർക്ക് തന്നെയാണല്ലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, എന്തായാലും കണ്ണേട്ടൻ കൂടി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാരമില്ല, ഇനിയും മാസങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞ് പുറം ലോകം കാണാതിരിക്കാനുള്ള വഴിയൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് ഞാൻ എന്തായാലും അച്ഛനെയും മുത്തശ്ശിയെയും ഒന്ന് കണ്ടിട്ട് വരാം, രണ്ടുപേരും തീരെ വയ്യാതിരിക്കുകയാണ്, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരുണാലയത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ മോളെ വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ടെങ്കിലും, വേണ്ടമേ ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം കണ്ണൻ മഹാലക്ഷ്മിയെയും കൂട്ടി ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹിക്ക് സാരിയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് കണ്ണൻ. അപ്പോൾ മഹി പറയുന്നുണ്ട്, വേണ്ട കണ്ണേട്ട, എനിക്കിപ്പോൾ സാരിയൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടം പോലെ സാരിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണ്ണൻ അതൊന്നും കേൾക്കുന്നില്ല. മഹിക്ക് കുറേ സാരിയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിനായിട്ടും സാധനങ്ങളൊക്കെ കണ്ണൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഹി പറയുന്നുണ്ട്, കുഞ്ഞിപ്പോൾ വളർന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കണ്ണേട്ടാ, ഇപ്പോഴെന്തിനാ ഇതൊക്കെ വാങ്ങിക്കുന്നതെന്നെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിലും കണ്ണൻ അതൊന്നും കേൾക്കുന്നില്ല. എല്ലാം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കരുണയാണെങ്കിൽ മുത്തശ്ശിക്കും പ്രതാപനും വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ഒരു കടയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ടെക്സ്റ്റൈൽസിൽ നിന്നും ഇറങ്ങി വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയെയും കണ്ട്
ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണ. അതോടുകൂടി തന്നെ എല്ലാ സത്യങ്ങളും കരുണ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നാടകമായിരുന്നു. മഹിയുടെ കുഞ്ഞ് തന്നെയാണ് കണ്ണൻ്റെ കുഞ്ഞ് തന്നെയാണ് മഹിയുടെ വയറ്റിൽ വളരുന്നത്. കണ്ണന് നടക്കാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം അതോടുകൂടി തന്നെയാണ് കേട്ടോ കരുണ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞെട്ടിവിറച്ച് നിൽക്കുകയാണ് കരുണ ചെയ്യുന്നത് ആ ഒരു കാഴ്ച കണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്